റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു ജില്ല അത് പത്തനംതിട്ടയാണ്. അവിടെ നിന്നും സുജു ടി ബാബു ഉൾപ്പെടെ നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും റെഡിയായിട്ടുണ്ട്. സുജു ടി ബാബുവിലേക്കാണ് ഇനി പോകുന്നത്. സുജു, കഴിഞ്ഞ 3 ദിവസമായി പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ട്. പക്ഷേ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ മാറിയ ഒരു സാഹചര്യമുണ്ട് എന്നത് നമ്മുടെ പ്രേക്ഷകരൊക്കെയും കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇന്നലെ രാത്രി വൈകിയൊക്കെയും കാലാവസ്ഥയുടെ സാഹചര്യം? കാവ്യ, പ്രേക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പ നദി തീരത്ത് തന്നെയാണ്. അത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മ നടക്കുന്ന പമ്പ മണപ്പുറത്തിൻ്റെ സമീപമാണ്. ഇപ്പോൾ നമുക്ക് പമ്പ നദിയിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും അപകടകരമാം വിധം ഒരു നദിയിലെയും ജലനിരപ്പ് ഉയർന്നിട്ടില്ലെന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസവും പത്തനംതിട്ട ജില്ലയിൽ നല്ല രീതിയിൽ മഴ ലഭിച്ചു. എന്നാൽ റെഡ് അലർട്ടിന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും അതിശക്തമായ മഴ പത്തനംതിട്ട ജില്ലയിൽ അധികം പെയ്തിരുന്നെങ്കിൽ പോലും ഇടവിട്ടുള്ള അതിശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത്. ഇന്നലെ രാത്രിയും നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. എന്നാൽ ഒരു പ്രദേശത്ത് പോലും വലിയ ഒരു തരത്തിലേക്ക് മഴ ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ വെള്ളപ്പൊക്ക കെടുതിയോ അങ്ങനെ അത്തരത്തിലൊരു ഭീഷണിയോ കാര്യങ്ങളൊന്നും തന്നെ ഇന്നുവരെയും ഉണ്ടായിരുന്നില്ല എന്നതും ആശ്വാസകരമാണ്. ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് 3 ആളുകളെയാണ് പത്തനംതിട്ടയിൽ കാണാതായിരുന്നത്. മല്ലപ്പള്ളി കോമളം കടവിന് സമീപത്തു നിന്ന് കുളിക്കാനിറങ്ങിയ ബീഹാർ സ്വദേശി നരേഷിനെയും ആണ് ആദ്യം കാണാതാകുന്നത്. പിന്നീട് അടൂരിൽ 2 ആളുകളെ കാണാതായി. ഇതിൽ അടൂർ കാണാതായ മണിയമ്മാൾ 75 വയസ്സുള്ള മണിയമ്മാളുടെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മറ്റൊരാൾ രാഘവൻ 65 വയസ്സുള്ള അദ്ദേഹത്തിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ മല്ലപ്പള്ളി കോമളക്കടവിൽ കാണാതായ നരേഷിനെയും അടൂരിൽ നിന്ന് കാണാതായ രാഘവനെയും കണ്ടെത്താനായിട്ടില്ല. ഇവർക്കായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ രാത്രി വൈകിയും അഗ്നിരക്ഷാ ശമന സേന തിരച്ചിൽ നടത്തിയെങ്കിലും പ്രദേശവാസികളൊപ്പം ചേർന്ന് പ്രതികൂല കാലാവസ്ഥയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 9 മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നടന്നതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും മഴയുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജില്ലാ ഭരണകൂടം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. 21 വരെ ജില്ലയിലെ കോറികളുടെ ഖനനം നിരോധിച്ചിട്ടുണ്ട്. രാത്രികാല ഗതാഗത നിയന്ത്രണമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ആളുകൾക്ക് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കാവ്യ, ശരി, സുജു ആണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.